ഹായ് കൂട്ടുകാരെ, നമ്മൾ പുതിയ വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രേവതിയുടെ ബ്രേക്ക് കട്ട് ചെയ്യാണ് സുധി. അങ്ങനെ നമ്മുടെ രേവതി പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും അവളുടെ നേരെ ഒരു ലോറി വരുന്നു. പക്ഷെ അവൾക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും അവളെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അവളെ മൂലയ്ക്ക് കൊണ്ട് കിടന്നു അവളവിടെ. എന്നിട്ട് അവളുടെ ബോധമൊക്കെ പോയി. ഇതേ വണ്ടി ഇടിച്ചെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ രേവതി വീണത്. അത്രയും പവറായിട്ടാണ് വീണത്. അപ്പോൾ വീണു. എന്നിട്ട് നേരെ പോയി. ചിലപ്പോൾ സച്ചി വന്നു. രേവതി ഓടി എഴുന്നേക്ക്, ഇതിൻ്റെ സച്ചിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ രേവതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. മുഖമൊക്കെ ചതഞ്ഞ് തരിപ്പടായിട്ടായിരിക്കും കേട്ടോ ഇരുന്നിട്ടുണ്ടാവുക. ഡോക്ടർ മുഖമൊക്കെ ചതഞ്ഞിട്ടുണ്ടല്ലോ, ഇനി ഇവിടെ ഓപ്പറേഷൻ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യിച്ചല്ലേ കൊണ്ട് നിങ്ങൾ ഇന്ന കാശ് അടക്കണമെന്നും പറഞ്ഞുകൊണ്ട് കുറേ തുകയൊക്കെ പറഞ്ഞു. സച്ചി കാറൊക്കെ വിറ്റ് അപ്പോഴത്തേക്കും വർഷ കാശടച്ചു എന്ന് അറിഞ്ഞ സച്ചി അവിടെ കങ്ങത്തിന് വേണമെന്ന് ചന്ദ്ര രവീന്ദ്രൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മേലാൻ ഞാൻ പറഞ്ഞു നോക്കരുത്. അവളെ കുടുംബത്തിന് എന്ത് താടി ചെയ്തിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് രവീന്ദ്രൻ ചൂട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ പേരുടെ കാര്യം നോക്കാം, എനിക്കറിയാം. നിങ്ങളുടെ കാശ് നിങ്ങൾ തന്നെ വെച്ചു. ഇന്ന് പറഞ്ഞ് വർഷയ്ക്ക് നേരെ നീട്ടി. അങ്ങനെ അവൾ കണ്ണു തുറന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ലോ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞു. എന്നിട്ട് നേരെ സുധിയുടെ അടുത്ത് വിട്ട് അടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ മോനെ കൊല്ലാൻ നോക്കുന്നല്ലടാ, നിനക്കെന്നെ മോനെ ബ്രേക്ക് പൊട്ടിക്കണല്ലടാ, മേലെ ഇങ്ങനത്തെ പോക്കത്തിന് മനസ്സുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സുധിക്ക് ഞാൻ ഓട്ടം എടുക്കട്ടോ. എന്നെ പോലെ മരിച്ച പിന്നെ ജീവനോടെ നിന്നെ വിടത്തില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്.